എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്ന് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിന് ശേഷം കുറച്ച് ഡൗണിൽ പോയി. ഇവിടെ നോക്കിയാൽ അറിയാം S1 താഴെ പോയതിന് ശേഷം അവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി കുറച്ച് അപ്പിലോട്ട് വന്ന് ഇന്നലത്തെ സെയിം ക്ലോസിങ്, അതായത് നിഫ്റ്റി ഇവിടെ നോക്കിയാൽ അറിയാം 0%. ഇന്നലത്തെ ക്ലോസിങ് റേഞ്ചിൽ തന്നെ വന്ന് ഇതായി. പക്ഷെങ്കിൽ ഇവിടെ ഒരു ലോ അടിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ലോ ഒരു പ്രാവശ്യം കൂടെ അടിച്ചാൽ നല്ലതായിരുന്നു. ഇന്ന് നമ്മൾ നേരത്തെ പറയാറുള്ള 23,300 റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് വന്നിട്ട് കയറുമായിരുന്നെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ മാർക്കറ്റ് കുറച്ച് കയറുമെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര കോൺഫിഡൻസോടുകൂടി എനിക്കത് പറയാൻ പറ്റുന്നില്ല. എന്നാലും ഇവിടെ ഇത് ഡേ ചാർട്ടാണ്. ഡേ ചാർട്ടിൽ നമ്മളിവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ലോ പ്രാവശ്യം അടിച്ചാൽ നല്ലതാണ്. അടിച്ചൊരു പെട്ടെന്നൊരു ഈ റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു ബൗൺസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. വന്നില്ല എങ്കിൽ ഈ റേഞ്ചിലൊക്കെ ട്രേഡ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും ബഡ്ജറ്റ് ടൈമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ നല്ല രീതിയിൽ താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതിന് മുന്നേ ചെറിയൊരു കയറ്റം കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ റേഞ്ച് വന്നിട്ട് കയറുകയാണെങ്കിൽ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഉള്ളതിനകത്ത്. ഓക്കെ, നോക്കാം. എന്തായാലും ബാങ്ക് നിഫ്റ്റി ഒരു പ്രാവശ്യം ബാങ്ക് നിഫ്റ്റി ആയിരിക്കും മിക്കവാറും ഇതിനെ നമ്മുടെ നിഫ്റ്റിയെ താഴോട്ട് കൊണ്ടുവരുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു പ്രാവശ്യം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ബാങ്ക് നിഫ്റ്റി ഒരു പ്രാവശ്യം 50,000 താഴെ ട്രേഡായിട്ട് തിരിച്ച് കയറണം. തിരിച്ച് കയറിയാൽ ചിലപ്പോൾ 2,000-3,000 രൂപയുടെ 3,000 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എൻ്റെ ഒരു കണക്കൂട്ടിൽ അതാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച റേഞ്ച് വരാതെ കയറുവാണെങ്കിൽ പിന്നെ ഞാനത് നോക്കത്തില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു റേഞ്ച് 50,000, 49,700 അതുപോലെ നിഫ്റ്റിയുടെ ആണെങ്കിൽ 23,300 തൊട്ട് നമുക്ക് താഴോട്ട് ഒരു 10-200 പോയിൻ്റ് താഴോട്ട് ആ റേഞ്ചിനുള്ളിൽ വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസത്തെ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് ഷെയർ എടുത്തിരുന്നു. ഈ ഷെയറുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് കുറച്ച് ഷെയറുകൾ നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ഗ്രീവ്സ് കോട്ടൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 300-നടുത്ത് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഒരു ചാൻസ് പ്രതീക്ഷിക്കാം. 300 കട്ട് ചെയ്തോ 300 രൂപ വന്നിട്ടോ ഇറങ്ങുവാണെങ്കിൽ ഒരു ചാൻസ് പ്രതീക്ഷിക്കാം. അത് കറക്റ്റ് 299 വരെ വന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ ക്യാൻഡിലിൻ്റെ ഹൈ ഇതാണ്. 299 വരെ വന്നിട്ട് നല്ല രീതിയിൽ 299 എന്നാൽ 272 വരെ പോയി. അതായത് ഏകദേശം 26-27 രൂപ നല്ല പ്രോഫിറ്റ് ഷെയർ കാണിച്ചു. അതിനുശേഷം അപ്പോഴേക്കകത്ത് ചെറിയ പ്രോഫിറ്റ് ഇത് കണ്ടില്ലേ. ഇവിടെ R1-ൻ്റെ അവിടെ നിന്ന് 12 ഒരു 2 രൂപ 3 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. ഇവിടും അതുപോലെ R2 വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു പ്രാവശ്യം 117.30 115 59 ഏകദേശം 2 രൂപ. ഇവിടുന്ന് വീണ്ടും അവിടെ വരും. വീണ്ടും ഇവിടെ ഒരു 3 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് വീണ്ടും ഒരു 3 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ 3-4 പ്രാവശ്യം ട്രേഡ് എടുക്കാൻ. പക്ഷേ മൂവ്മെൻറ്റ് അധികം ഇല്ല. ചെറിയ ഷെയറുമാണ്, മൂവ്മെൻറ്റും കുറവായിരുന്നു. പക്ഷേ എനിക്ക് ചാൻസ് നല്ലതായിട്ട് തരുന്നുണ്ടായിരുന്നു. അതിനുശേഷം വേറെ KNR കൺസ്ട്രക്ഷൻ അത് ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിംഗ് ഇവിടെ വന്നു. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. R1 പോയി. R1 അടുത്ത് വരെ പോയിട്ട് ഇറങ്ങി. നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് 44 എടുത്താൽ 37 വരെ ട്രേഡ് കിട്ടുന്നുണ്ട്. അതിനുശേഷം പിന്നെ കയറിപ്പോയി. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ തന്നെ നിൽക്കുമായിരുന്നു. KEC പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വരുന്നില്ല. ആക്ഷൻ കൺസ്ട്രക്ഷൻ
ഇതെല്ലാം ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങുമായിരുന്നു. IREDA, കജാരിയസ്, ഗ്രീസ് കോട്ടൺ. മാർക്കറ്റ് ഓപ്പണിംഗ് എല്ലാം ഡൗൺ ആയതുകൊണ്ട് ചാൻസുകൾ കുറവാണ് തന്നെ. ഈ ഷെയർ വർത്ത് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഹൈ ഓപ്പണിങ് വന്നു, R1 R2 പോയി. R2 പോയതിന് ശേഷം വൺ സൈഡ് താഴോട്ടേക്ക് വന്നു. 185 തന്നെ 164 അടുത്തൊന്ന് 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ ഉണ്ടായിരുന്നു. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് അതും ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. നമുക്കപ്പോൾ 3-4 ഷെയറേ ഉള്ളായിരുന്നു നല്ല ചാൻസുകൾ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനിയും നാളത്തെ എന്നുള്ള ഷെയർസ് നോക്കാം. നാളത്തേന് 10 ഷെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. 10 ഷെയറിനകത്ത് NLC ഇന്ത്യ R1 അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഈ 2 റേഞ്ചിൻ്റെ മുകളിൽ പോയിട്ട് ഈ 2 റേഞ്ചിൻ്റെ താഴെ പോയാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം. അതല്ല താഴെ പോയി ഇപ്പം 262, 263 പോയിട്ട് 261 താഴെ പോകുമ്പോൾ ഒരു 56, 55, 54 പോയിട്ട് തിരിച്ച് വീണ്ടും ഈ ലെവൽ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറിയാൽ ചിലപ്പോൾ ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ടും കാണിക്കാം ഈ ഷെയർ. അതുപോലെ RVNL ഹൈയും R1 ഏകദേശം അടുത്തടുത്ത്. അപ്പോൾ ഈ 2 റേഞ്ചിൻ്റെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ MRPലും സെയിം അതുപോലെ തന്നെ ഹൈയും R1 അടുത്തടുത്ത്. അപ്പോൾ ഇത് രണ്ടും ആ റേഞ്ചിൽ എന്താണ് പറയുന്നത് ഓപ്പണായി കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയാൽ നല്ല ചാൻസ് കിട്ടും. ചെന്നൈ പെട്രോയും ഹൈയും R1 ഏകദേശം അടുത്തടുത്താണ്. ഇത് ചിലപ്പോൾ ഇത് ഓപ്പണിംഗ് ഡൗൺ ആണെങ്കിൽ ഈ ഷെയർ ചിലപ്പോൾ ഇതിൻ്റെ താഴോട്ട് വന്നിട്ട് തിരിച്ച് കയറാനൊരു ചാൻസ് കാണുന്നുണ്ട്. ചെന്നൈ പെട്രോൾ റെഡിങ്ടൺ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഹൈയും R1 അടുത്താണ്. അപ്പോളോ ഇതിനകത്ത് മൂവ്മെൻറ്റ് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കാം. പക്ഷേ അധികം 1-2 രൂപയൊക്കെ ചെറിയ ഷെയർ. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി അടിച്ചിട്ട് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. റിറ്റ്സിനകത്തും R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് പ്രതീക്ഷിക്കാം. ആവന്തി ഫീഡ് 700 പോയിട്ട് ഈ 694 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. അതല്ല എങ്കിൽ 717 പോയിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പെക്സ് R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പർ ചാൻസ് കിട്ടും. അതല്ല R1 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കാം. പക്ഷേ എങ്കിൽ കുറച്ച് അധികം വെയിറ്റ് ചെയ്യരുത്. അതുപോലെ KOCL R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നാളത്തെ ഷെയർസ്. നാളെ ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു പുതുവത്സര ആശംസ നേരുന്നു. പിന്നെ നോക്കി ചെയ്യുക. ഫസ്റ്റ് ഡേ ആണ് അധികം ട്രേഡിങ് എന്ന് പറഞ്ഞ് ഹെവി ആയിട്ടൊന്നും എടുത്ത് ലോസ് ആക്കാതെ ചെറിയ ട്രേഡ് എടുത്ത് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.